ഹലോ എല്ലാ കൂട്ടുകാർക്കും SCIT സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തുമ്പയിലാണ്. ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ജീവി ഏതാ? ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ജീവി ലൈക്ക എന്ന നായയാണ്. ഏതു വർഷമാണ്? 1957 നവംബർ 3 സ്പുട്നിക് 2 പോയത്. ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ജീവി ഏതാണ്? ലൈക്ക എന്ന നായ 1957 നവംബർ 3 1957 നവംബർ 3 സ്പുട്നിക് 2 പോയത്. ലോക ബഹിരാകാശ ദിനം എന്നാ? ഒക്ടോബർ 4 ലോക ബഹിരാകാശ ദിനം. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെ സ്മരണക്കായിട്ടാണ് ലോക ബഹിരാകാശ ദിനമായിട്ട് ഒക്ടോബർ 4 ആചരിക്കുന്നത്. ലോക ബഹിരാകാശ ദിനം എന്നാണ് ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെ സ്മരണക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീ ഉൾപ്പെടെ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള അമേരിക്കയുടെ ഭാവി പദ്ധതിയുടെ പേരാണ് ആർട്ടമിസ്. സ്ത്രീകൾ ഉൾപ്പെടെ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള അമേരിക്കയുടെ ഭാവി പദ്ധതിയുടെ പേരാണ് ആർട്ടമിസ്. ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി പതിച്ച മനുഷ്യനിർമ്മിത വസ്തു ഏതാ? അത് ലൂണ 2 ആണ്. 1959 ലൂണ 2 ചന്ദ്രോപരിതലത്തിൽ ആദ്യമായിട്ട് പതിച്ച മനുഷ്യനിർമ്മിത വസ്തുവാണ് ലൂണ 2. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ആദ്യമായിട്ട് പതിച്ച മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ലൂണ 2 എന്നാൽ സോവിയറ്റ് യൂണിയൻ 1966 അയച്ച ലൂണ 9 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ പ്രോബ്. സോവിയറ്റ് യൂണിയൻ 1966 അയച്ച ലൂണ 9 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ പ്രോബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യന്റെ കൂടെ ഉദിച്ച് സൂര്യനോടൊപ്പം തന്നെ അസ്തമിക്കുന്ന ചന്ദ്ര ദിവസത്തിൽ നാം വിളിക്കുന്ന പേരെന്താ? അത് ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി എന്നാണ്. സൂര്യന്റെ കൂടെ ഉദിച്ച് സൂര്യനോടൊപ്പം തന്നെ അസ്തമിക്കുന്ന ചന്ദ്ര ദിവസത്തിന് വിളിക്കുന്ന പേരെന്താണ്? അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ എന്നാണ്. ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ മനുഷ്യനാരാ? ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ മനുഷ്യനാണ് യൂജിൻ സർനാൻ. 1972 ഡിസംബറിലാണ് യൂജിൻ സർനാൻ ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ മനുഷ്യനാണ് യൂജിൻ സർനാൻ. ആളെ ഇറക്കാനാവാതെ തിരിച്ചു വന്ന അപ്പോളോ ദൗത്യമല്ലേ, അതേതാ? അപ്പോളോ 13 കേട്ടോ. അപ്പോളോ 13 ആളെ ഇറക്കാനാവാതെ തിരിച്ചു വന്ന അപ്പോളോ ദൗത്യം അപ്പോളോ 13. ഇതുവരെ ചന്ദ്രനിൽ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? 12 പേരാണ്. ഇതുവരെ ചന്ദ്രനിൽ എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട്? 12 പേരാണ്. 1969 ജൂലൈ മുതൽ 1972 ഡിസംബർ 6 വരെ ഉള്ള യാത്രകളിലായിട്ടാണ് 12 പേര്. 1969 മുതൽ 1972 വരെയുള്ള യാത്രകളിൽ 12 പേരാണ് ചന്ദ്രനിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 6 കിലോഗ്രാം ആയിരിക്കും. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 6 കിലോഗ്രാം. അതായത് ഭൂമിയുടെ 1/6 ആകർഷണ ബലം മാത്രമാണ് ചന്ദ്രനിൽ ഉണ്ടാവുക. ഭൂമിയുടെ 1/6 ആകർഷണ ബലം മാത്രമായിരിക്കും ചന്ദ്രനിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ. ഏറ്റവും വലിയ ഉപഗ്രഹം ഉള്ളത് ഏത് ഗ്രഹത്തിനാ? ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ആണ് അല്ലെ. വ്യാഴത്തിന്റെ, ജൂപ്പിറ്ററിന്റെ ആണ് ഏറ്റവും വലിയ ഉപഗ്രഹം. അതിന്റെ പേരെന്താ? ഗാനിമീഡ്. ഏറ്റവും വലിയ ഉപഗ്രഹം ഉള്ളത് ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഗാനിമീഡ് ആണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമായ ടൈറ്റാന് ഏത് ഗ്രഹത്തെയാണ് ചുറ്റുന്നത്? ശനി അല്ലെങ്കിൽ സാറ്റേണിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ. വലിപ്പത്തില് 2ാം സ്ഥാനം ഉള്ളത് ഏതാണ്? ഉപഗ്രഹത്തിന്റെ പേരാണ് ടൈറ്റന്. ഏത് ഗ്രഹത്തിന്റെയാണ്? ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ കേട്ടോ. ടൈറ്റൻ. അപ്പൊ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? അത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡ് ആണ് ഏറ്റവും വലുത്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഉപഗ്രഹമാണെങ്കിൽ അത് ടൈറ്റൻ ആണ്. അത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റൻ ആണ്. ഓക്കെ. ഇനി 3ാം സ്ഥാനത്തുള്ളതാണെങ്കിൽ കലിസ്റ്റോ. 3ാം സ്ഥാനം കലിസ്റ്റോ ആണ്. 4ാം സ്ഥാനം അയോ. 5ാം സ്ഥാനമാണ് നമ്മുടെ ചന്ദ്രൻ കേട്ടോ. ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. 2ാം സ്ഥാനമായിട്ടുള്ളത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റന്. 3ാമത്തതാണ് ഉപഗ്രഹത്തിന്റെ പേരാണ് കാലിസ്റ്റോ. 4ാമത്തത് അയോ. 5ാമത്തേതാണ് ചന്ദ്രന്.
ഓക്കെ, ചന്ദ്രന്റെ ഡയമീറ്റർ എത്രയാണ്? ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3476 കിലോമീറ്റർ ആണ്. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3476 കിലോമീറ്റർ ആണ് ചന്ദ്രന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. എത്ര കിലോമീറ്റർ ആണ്? 3476 കിലോമീറ്റർ ആണ്. എന്നാൽ ഭൂമിയുടെ ഡയമീറ്റർ വ്യാസം എത്രയാണ്? 12756 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഡയമീറ്റർ. 12756 ആണ്. ചന്ദ്രന്റെ ആണെങ്കിൽ 3476 കേട്ടോ. 3476 കിലോമീറ്റർ ആണ് ചന്ദ്രന്റെ വ്യാസം. ഭൂമിയുടേതാണെങ്കിൽ 12756 കിലോമീറ്റർ ആണ്. ഇനി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ഏകദേശ ശരാശരി ദൂരം എത്രയാണ്? എത്ര കിലോമീറ്റർ അറിയോ? 3,84,403 കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? 3,84,403 കിലോമീറ്റർ ആണ്. പ്രകാശ വേഗത 1.23 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? 3,84,403 കിലോമീറ്റർ ആണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ കാണുന്ന പൂർണ്ണ ചന്ദ്രൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പെരിജി കാണുന്ന പൂർണ്ണ ചന്ദ്രനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂപ്പർ മൂൺ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പെരിജി എന്താ പറയുന്നത്? സൂപ്പർ മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ചന്ദ്ര ഉപരിതലത്തിലെ ജലസ്പർശനമേൽക്കാത്ത ഉപരിതല മണ്ണിന്റെ പേരെന്താ? ചന്ദ്ര ഉപരിതലത്തിലെ ജലസ്പർശമേൽക്കാത്ത ഉപരിതല മണ്ണിന്റെ പേരാണ് റിഗോലിത്ത് കേട്ടോ. എന്താ പേര്? റിഗോലിത്ത് എന്നാണ്. ചന്ദ്ര ഉപരിതലത്തിലെ ജലസ്പർശനമേൽക്കാത്ത ഉപരിതല മണ്ണിന്റെ പേരാണ് റിഗോലിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താ? അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് നാസ. എന്നാൽ റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് റോസ് കോമോസ് എന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഇന്ത്യയുടേതാണെങ്കിൽ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് നാസ. റഷ്യയുടേതാണെങ്കിൽ റോസ്കോമോസ്. ഇന്ത്യയുടേതാണെങ്കിൽ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ചന്ദ്രനരികെ ആദ്യമായിട്ട് എത്തിയ മനുഷ്യനിർമ്മിത പേടകം? ചന്ദ്രനരികെ ആദ്യമായിട്ട് എത്തിയ മനുഷ്യനിർമ്മിത പേടകമാണ് ലൂണ 3 ആണ്. സോവിയറ്റ് യൂണിയന്റെ ആണ് ലൂണ 3. ചന്ദ്രനരികെ ആദ്യമായിട്ട് എത്തിയ മനുഷ്യനിർമ്മിത പേടകമാണ് ലൂണ 3 ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ പേടകം? ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ പേടകമാണ് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ പേടകമാണ് ചന്ദ്രയാൻ 1 ആണ്. അതിന്റെ ഡേറ്റ് ആണ് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22-നാണ്. 2009 ഇതിലും നാസയുടെ ചന്ദ്രനിലെ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചു. ചന്ദ്രയാൻ 1ന്റെ 2009 ഇതില് നാസയുടെ ചന്ദ്രനിലെ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച ഡേറ്റ് എന്ന് പറഞ്ഞത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാ? PSLV XL ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ആണ് PSLV XL ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ G മാധവൻ നായരാണ്. മലയാളിയായിട്ടുള്ള ഡോക്ടർ G മാധവൻ നായരാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട സമയത്ത് ISROയുടെ ചെയർമാന് ഡോക്ടർ G മാധവൻ നായരാണ്. ചന്ദ്രനിൽ പതിച്ച ആദ്യത്തെ ഇന്ത്യൻ വസ്തു ഏതാ? ചന്ദ്രനിൽ പതിച്ച ആദ്യത്തെ ഇന്ത്യൻ വസ്തുവാണ് MIP, അതായത് മൂൺ ഇമ്പാക്ട് പ്രോബാണ് ചന്ദ്രനിൽ പതിച്ച ആദ്യത്തെ ഇന്ത്യൻ വസ്തുവാണ് മൂൺ ഇമ്പാക്ട് പ്രോബാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ ഇറങ്ങിയതോടെ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ. എന്നാൽ മറ്റു 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മറ്റു 3 രാജ്യങ്ങള് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ ഇറങ്ങിയതോടെ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ അതിനു മുൻപുള്ള 3 രാജ്യങ്ങളാണ് USA, റഷ്യ ആൻഡ് ചൈന. URC നോക്കട്ടോ. USA, റഷ്യ ആൻഡ് ചൈനയാണ് ആദ്യത്തെ 3 രാജ്യങ്ങള്. 4ാമത്തെ രാജ്യമാണ് ചന്ദ്രനിൽ വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ.
ചന്ദ്രയാൻ 2ലും 3ലും വിക്രം ലാൻഡറിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലൂണർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ചന്ദ്രയാൻ 2ലും 3ലും വിക്രം ലാൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൂണർ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ കേട്ടോ. റോവറാണ് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാ? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV MK3. GSLV MK3 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV. ഫുൾ ഫോം എന്താണ്? ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 കേട്ടോ. MK3 മാർക്ക് 3 ആണ്. GSLV MK3 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ഇന്ത്യയുടെ ചൊവ്വാഗ്രഹ ദൗത്യത്തിന്റെ പേരെന്താ? മാർസ് മിഷൻ ഓഫ് ഇന്ത്യയാണ് മംഗൾയാൻ കേട്ടോ. ഇന്ത്യയുടെ ചൊവ്വാഗ്രഹ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ 1. മാർസ് ഓർബിറ്റൽ മിഷൻ. മംഗൾയാന്റെ ഫുൾ ഫോം എന്താണ്? മാർസ് ഓർബിറ്റൽ മിഷൻ ആണ്. 2013 PSLV C-25 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗ്രഹത്തിൻ്റെതാണ്? ഏതാണ് ആ ഉപഗ്രഹം? ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റന് ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായിട്ട് നേരിൽ കണ്ട വ്യക്തി ആരാ? യൂറി ഗഗാറിനാണ് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായിട്ട് നേരിൽ കണ്ട വ്യക്തി. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ്. ഏത് വർഷമായിരുന്നു രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത്? 1984 ഏപ്രിൽ 3-നാണ്. 1984 ഏപ്രിൽ 3-നാണ്. ആദ്യമായിട്ട് ബഹിരാകാശത്ത് നടന്നതാരാ? ഫസ്റ്റ് സ്പേസ് വാക്കറാണ് അലക്സി ലിയോനോവ് ആണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് നടന്നത്. ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ വനിത ആരാ? വാലന്റീന തെരഷ്കോവയാണ്. സോവിയറ്റ് യൂണിയനിലാണ് വാലന്റീന തെരഷ്കോവയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ വനിത. ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ അമേരിക്കക്കാരനാരാണ്? അത് അലൻ ഷെഫേർഡ് ആണ്. ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ അമേരിക്കക്കാരനാണ് അലൻ ഷെഫേർഡ്. മനുഷ്യനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച വാഹനമാണ് വോസ്റ്റോക്ക് 1. മനുഷ്യനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ മനുഷ്യനാണ് യൂറി ഗഗാറിന്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ മനുഷ്യനാണ് യൂറി ഗഗാറിന്. മനുഷ്യനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാ? അത് സോവിയറ്റ് യൂണിയൻ ആണ് മനുഷ്യനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം. അപ്പോളോ മിഷനിലെ വാഹനങ്ങൾ വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? അത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് അപ്പോളോ മിഷനിലെ വാഹനങ്ങൾ വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അത് റിച്ചാർഡ് നിക്സൺ ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാ? മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ച രാജ്യമാണ് അമേരിക്ക കേട്ടോ. അമേരിക്കയാണ് മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ചത്. അമേരിക്കയാണ്. മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ പേടകം ഏതാണ്? മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ പേടകമാണ് ലൂണാർ മോഡ്യൂൾ 1 ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും സ്പർശിച്ച സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും സ്പർശിച്ച സ്ഥലം അറിയപ്പെടുന്നത് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി, പ്രശാന്തിയുടെ സമുദ്രം അല്ലെങ്കിൽ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. താങ്ക് യു.